നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക്. ജനകീയ പദ്ധതികളുമായി ഗവർണറുടെ നയപ്രഖ്യാപനം. ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്നും പ്രഖ്യാപനം. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമം ശക്തമാക്കും. മനുഷ്യ വന്യമൃഗ സംരക്ഷണത്തിനായും ആക്രമണങ്ങൾ തടയുന്നതിനുമായി നടപടികൾ കാര്യക്ഷമമാക്കും. ക്യാൻസർ കെയർ, കമ്മ്യൂണിറ്റി കെയർ, വയോജന സംരക്ഷണം, ശിശു സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേകം കരുതൽ. പോലീസ് നയത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ. UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനെതിരെ കടുത്ത വിമർശനവുമായി പ്രതിപക്ഷം. നയരാഹിത്യമാണ് പ്രസംഗമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പുതുയുഗ കേരളത്തിനുള്ള റൂട്ട് മാപ്പില്ലെന്നും കുറ്റപ്പെടുത്തൽ. കേന്ദ്ര അവഗണനയിൽ സർക്കാരിന് മൗനം. യുദ്ധ സാഹചര്യത്തെ മറികടക്കാനുള്ള പ്രഖ്യാപനമില്ലെന്നും സാമ്പത്തിക സ്ഥിതി അപകടത്തിലാണെന്നും വരുത്താനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ്. നിയമസഭയിൽ ചരിത്രത്തിലാദ്യമായി വന്ദേ മാതരം ആലപിച്ചു. എന്നാൽ ദേശീയഗീതം മുഴുവൻ ആലപിച്ചില്ല. നയപ്രഖ്യാപനം തുടങ്ങുന്നതിന് മുൻപും അവസാനിച്ചതിനു ശേഷവും വന്ദേ മാതരം ആലപിച്ചു. 2 തവണയും ഭാഗികമായി മാത്രമേ വന്ദേ മാതരം ബാൻഡിൽ വായിച്ചുള്ളൂ. വന്ദേ മാതരം മുഴുവൻ വായിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മുഴുവൻ വായിക്കണമെന്ന് ഗവർണറും ആവശ്യപ്പെട്ടു. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയഗീതമായ വന്ദേ മാതരം മുഴുവൻ ആലപിക്കണം. മുഴുവൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും നിയമസഭയിൽ അത് പാലിക്കപ്പെട്ടില്ലെന്ന് MLA വി മുരളീധരൻ. ഇത് ലോക്ഭവനോടും ഗവർണറോടുമുള്ള അവഹേളനമെന്ന് വി മുരളീധരൻ ഫേസ്ബുക്കിൽ. 150-ാം വാർഷികം ആഘോഷിക്കുന്ന ദേശീയഗീതവും അപമാനിക്കപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിക്കും CPM-നും VD സർക്കാർ വഴങ്ങുന്നുവെന്നും വി മുരളീധരൻ. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിനിടെ നിയമസഭയിലെ പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനൊപ്പം സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും നിയമസഭയിൽ പ്രവേശിച്ചതാണ് വിവാദമായിരിക്കുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകി. അശ്രദ്ധ കൊണ്ടാകാം DGP സഭയ്ക്കകത്ത് പ്രവേശിച്ചതെന്ന് സ്പീക്കർ. മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്താൻ മെട്രോമാൻ ഇ ശ്രീധരൻ. ഇന്ന് വൈകിട്ടാണ് കൂടിക്കാഴ്ച. റെയിലിന് പകരം അതിവേഗ റെയിലിന്റെ സാധ്യത മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. മാസപ്പടി കേസിൽ വീണ വിജയന്റെ ബാങ്ക് രേഖകൾ വിശദമായി പരിശോധിക്കാൻ ED. വീണയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം ED അന്വേഷണത്തിനെതിരെ CMRL വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ 11 പ്രതികൾ റിമാൻഡിൽ. ജൂൺ 12 വരെയാണ് റിമാൻഡ്. മുൻ കൗൺസിലർമാരായ IP ബിനുവും ആറ്റുകാൽ ഉണ്ണി എന്നിവരുൾപ്പെടെ കണ്ടാലറിയാവുന്ന 300-ലധികം പേർക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി. അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാക്കിയ വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളി സുപ്രീം കോടതി. അധ്യാപകർക്ക് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണെന്ന് കോടതി. നിലവിൽ സർവീസിലുള്ള അധ്യാപകർ 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് യോഗ്യത നേടണമെന്നത് 3 വർഷമായി കോടതി നീട്ടി. തൊഴിൽ പീഡന പരാതി നൽകിയതിന് പിന്നാലെയും തനിക്കെതിരെ മാനസിക ആക്രമണം തുടരുന്നുവെന്ന് അമ്മയിലെ മാനേജർ അതുല്യ. ജീവന ഭീഷണിയുണ്ടെന്നും ജില്ലാ ലേബർ ഓഫീസർക്ക് പുതിയ പരാതി നൽകി. ഉണ്ണി ശിവപാലും നീനാക്കുറുപ്പും കുക്കു പരമേശ്വരനും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും പരാതി. വയനാട് പുത്തുമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ കൊലയാളി ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ 3ാം ദിവസവും തുടരുന്നു. മുത്തങ്ങ, ആനപ്പന്തിയിൽ നിന്നും എത്തിച്ച പ്രമുഖ ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് തിരച്ചിൽ തുടരുന്നത്. മേപ്പാടിയിലേക്കുള്ള യാത്രാമധ്യേ പുത്തുമല ചൂണ്ടിയിൽ വെച്ചാണ് ജെസ്സിക്കും ഭർത്താവിനും നേരെ കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം CPM പുതുക്കി നൽകി. 3 വർഷത്തിന് ശേഷമാണ് അംഗത്വം പുതുക്കി നൽകുന്നത്. PB അംഗം പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർദ്ദേശം നൽകിയതോടെയാണ് പാർട്ടി അംഗത്വം തിങ്കളാഴ്ച പുതുക്കി നൽകിയത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ മധ്യ കേരളത്തിൽ പരക്കെ മഴയുണ്ടാകുമെന്നും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ്. 2 ദിവസത്തിനകം കാലവർഷം ലക്ഷദ്വീപിൽ എത്തുമെന്നും മുന്നറിയിപ്പ്. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.